ഇപ്പോൾ നമ്മൾ മേപ്പാടി ക്യാമ്പിൽ നിന്നും ഉള്ള ദൃശ്യങ്ങൾ ഇവിടെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരെ പ്രധാനമന്ത്രി സ്വാന്തനിപ്പിക്കുന്നു, കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി വിവരിക്കുന്നു. ഇവരൊക്കെ ആരാണ്, ഇവരൊക്കെ എത്രത്തോളം നോക്കുക. ആ ദൃശ്യങ്ങളിൽ നോക്കൂ, ഒരു മകളെ എല്ലാം നഷ്ടപ്പെട്ടു ഉള്ള ഒരു വനിതയെ ചേർത്ത് പിടിക്കുന്നു പ്രധാനമന്ത്രി. കുഞ്ഞുങ്ങളെ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നു. അവരുടെയൊക്കെ കണ്ണുകൾ നോക്കൂ, കണ്ണുകളിലെ ആ പ്രതീക്ഷ അറ്റുപോയ ആളുകൾ, അവരെയൊക്കെ തന്നെ പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരെ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ സാന്നിധ്യം ഉണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സാന്നിധ്യം. കൈകൂപ്പുകയാണ് അവർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ. പ്രധാനമന്ത്രി എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, നേരത്തെ കഴിഞ്ഞുപോയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ നേരത്തെ ലിസ്റ്റ് വായിച്ചതുപോലെ 9 പേരാണ് ആ ക്യാമ്പിൽ പ്രതിനിധികളായി എത്തിയത്. 2,000-ലേറെ ആളുകൾ ഉള്ള ക്യാമ്പുകളാണ്. ക്യാമ്പുകളിൽ മൊത്തം ഇത്രയും ആളുകളാണ്. അതിൽ 9 പേർ, തിരഞ്ഞെടുക്കപ്പെട്ട 9 പേരിൽ ആളുകളെയാണ് ഇപ്പോൾ സാന്ത്വനം നൽകുന്ന പ്രധാനമന്ത്രി. അവരെയൊക്കെ തന്നെ പ്രത്യാശ നൽകുന്ന രീതിയിൽ, അവരുടെ ഭാവിയിലേക്ക് സൂചകങ്ങളായി മാറുന്ന രീതിയിലുള്ള സാന്ത്വന വാക്കുകൾ പ്രധാനമന്ത്രി സാന്നിധ്യം കൊണ്ട് അറിയിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ അവരെ സംബന്ധിച്ചോളം ഒരുപാട് കെട്ടിപ്പടുക്കണം. ഒന്നേ എന്ന് തുടങ്ങണം. ജീവിതം കരിപിടിപ്പിക്കണമെങ്കിൽ ഒന്നേ എന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതിന് സാന്ത്വനം വളരെ പ്രധാനപ്പെട്ടതാണ്. സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം അവർക്ക് ഒരുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രധാനമന്ത്രിയിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മനുഷ്യർ അങ്ങനെ ആർത്തുല്ലസിച്ച് സ്കൂളുകളിലും പൂമ്പാറ്റകളെ പോലെ പറന്നു നടന്ന മനുഷ്യർ, കുഞ്ഞുങ്ങൾ, പിന്നീട് ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതം സ്വപ്നം കണ്ട്, ഭാവി സ്വപ്നം കണ്ട് ഓരോ ദിവസവും അങ്ങനെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ പുറത്തേക്കിറങ്ങി തൊഴിലിനായി പോയ നിരവധി ആളുകൾ, അവരൊക്കെ ഇന്ന് ഈ ഭൂമിയിൽ പലരുമില്ല. അവരുടെ ഉടയവർ നഷ്ടപ്പെട്ടു, ഉറ്റവർ നഷ്ടപ്പെട്ടു, മകൻ നഷ്ടപ്പെട്ടു, മകൾ നഷ്ടപ്പെട്ടു, അച്ഛൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു. അവരൊക്കെ ഒരുപാട് പേർ വേദനിക്കുന്ന, അവരുടെ പ്രതീകങ്ങളായി ജീവിക്കുന്ന, അവരുടെ സ്വപ്നം കണ്ട് അവരുടെ ഓർമ്മകൾ ബാക്കിയാക്കി മുന്നോട്ടുള്ള ഭാവി അവരിലൂടെ സ്വപ്നം കാണുന്ന ആളുകൾ, അവർക്ക് മുന്നിലേക്കാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവർ കൂപ്പുകൈകളോടെ നിൽക്കുകയാണ്. ഓരോ കുഞ്ഞുങ്ങളെയും പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞ നാളുകളിൽ നിരവധി നൂറുകണക്കിന് വരുന്ന ആളുകൾക്ക് സാന്ത്വനം നൽകിയ ആരോഗ്യ പ്രവർത്തകർ, അവരെ വിസ്മരിക്കാൻ നമുക്കൊരിക്കലും ആവില്ല. ഈ ജോലി സമയം പോലും അവർ നോക്കാതെ, രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ ദുരന്ത ഭൂമിയിൽ സാന്ത്വനമായി നിന്ന ആരോഗ്യ പ്രവർത്തകരടക്കം ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ തന്നെ പ്രധാനമന്ത്രി കൈകൂപ്പി അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് സല്യൂട്ട് നൽകുകയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂളിൽ നേരത്തെ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്, നൊമ്പരപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് പ്രധാനമന്ത്രി, അവർക്ക് സാന്ത്വനമേകുന്നുണ്ട് പ്രധാനമന്ത്രി. നേരത്തെ ഞാൻ വായിച്ചതുപോലെ തന്നെ എല്ലാ ക്യാമ്പിലുള്ള ആളുകളുടെയും പ്രതിനിധികളായി ഉണ്ടായിരുന്ന മുഹമ്മദ് ഹാനി, ഹർഷ KP, ഷറഫുദ്ദീൻ, ശ്രുതി, ലാവണ്യ, ജിഷ്ണു, നസീമ, സുധാകരൻ, പവിത്ര എന്നീ 9 പേർ. ഈ 9 പേരാണ്. അതിൽ കുഞ്ഞുങ്ങളടക്കം, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളടക്കമുണ്ട്. ആ വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ കണ്ഠമിടറുന്നു. വാചകങ്ങളില്ല. 11 നാൾ നീറിപ്പുകഞ്ഞ ദിവസം 12ാം നാളിൽ പ്രധാനമന്ത്രി അവരിലേക്ക് എത്തുകയാണ്. കണ്ണീർ വറ്റി. ആ കണ്ണുകളിൽ നിന്നറിയാം ആ നിസ്സംഗത. കണ്ണീർ വറ്റിപ്പോയി. ഒരു തുള്ളി കണ്ണീരില്ല. അടക്കി പിടിച്ച് ക്യാമ്പുകളിൽ ആ നീറുന്ന നെഞ്ചുമായി കഴിഞ്ഞു പോയവരാണ്. അവർക്കിടയിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ എത്തുമ്പോൾ ഒരുപാട് പ്രത്യാശയാണ്. നമുക്കാരൊക്കെയോ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഉറ്റവർ നഷ്ടപ്പെട്ടത് തീരാത്ത, അത് നികത്താൻ കഴിയാത്തതാണ്. പക്ഷേ ആരൊക്കെയോ പ്രധാനപ്പെട്ട ആളുകൾ എത്തുമ്പോൾ അത് സാന്ത്വനം തന്നെയാണ്. ഈ ദിവസം വരെ, രാവിലെ വരെ ആ ക്യാമ്പുകളിലേക്ക് ഒരുപാട് പേർ എത്തുന്നുണ്ട് അവരെ സാന്ത്വനിപ്പിക്കാൻ. അവരുടെ ഇടയിൽ ഒരു തലയെടുപ്പുള്ള, നമ്മുടെ ഏറ്റവും വലിയ രാജ്യത്തിന്, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏകേണ്ട പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുന്നതിൻ്റെ ആ ഒരു ചാരിതാർത്ഥ്യം അവർക്കുണ്ട്. പ്രത്യാശ അവരുടെ മുഖങ്ങളിലുണ്ട്. നോക്കൂ, പ്രധാനമന്ത്രി അവരെ കൈകൂപ്പി, അവരെ തലയിൽ കൈവച്ച് സാന്ത്വനപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്നും നമ്മൾ കാണുന്നത്. ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ദൃശ്യം നമ്മൾ കാണാൻ പോകുന്നത് വിംസ് ആശുപത്രിയിലേക്കാണ്. വിംസ് ആശുപത്രിയിൽ അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുന്നു. അവിടെയും 4 മനുഷ്യരുണ്ട് ജീവിക്കുന്ന.
ശക്തിയുടെ രൂപങ്ങളായി, പ്രത്യാശയുടെ രൂപങ്ങളായി, കരുത്തിൻ്റെ രൂപങ്ങളായി, ഉൾക്കരുത്തിൻ്റെ പ്രതീകങ്ങളായി ജീവിക്കുന്ന 4 പേരെയാണ് പ്രധാനമന്ത്രി കാണാൻ പോകുന്നത്. 50-ലേറെ പേർ വിംസ് ആശുപത്രിയിൽ ഉണ്ട്. അവരിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി സുരക്ഷയുമായി ബന്ധപ്പെട്ട്, സമയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ എല്ലാവരെയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ പ്രതീകങ്ങളായ, അവരുടെ പ്രതിനിധികളായ 4 പേരെയാണ് ഇനി വിംസ് ആശുപത്രിയിലേക്ക് കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി സെൻറ്റ് ജോസഫ് സ്കൂളിൽ മേപ്പാടിയിലെ ക്യാമ്പിൽ എത്തി. 1500-ലേറധികം പേരെ, 2000-ഓളം അടുത്ത ആളുകൾ വിവിധ ഇടങ്ങളിലായി, സ്കൂളുകളിലായിട്ടൊക്കെ തന്നെ ക്യാമ്പുകളിൽ, താൽക്കാലിക ക്യാമ്പുകളിൽ ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ തന്നെ പ്രതിനിധികളായി മുറിവേറ്റ 9 പേർ. അവരിൽ പലർക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായവരാണ്.